ഈ കോംബോ ഇത് മൂന്നാമത്തെ ചിത്രമാണ്. ഒരു പാറ്റേൺ പിടിച്ച് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. തണ്ണീർമത്തനിലാണെങ്കിൽ സ്കൂൾ ഡേയ്സ് കാണിക്കുന്നു, സൂപ്പർ ചെന്നൈയിൽ കോളേജിലെ ഡേയ്സ്, ഇപ്പോൾ ഒരു വർക്കിംഗ് സ്റ്റേജ്, അതായത് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഒരു പാറ്റേൺ ഈ കോംബോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് വർക്ക്. അല്ല, ഒരു പാറ്റേൺ മനഃപൂർവ്വം ഉണ്ടായതല്ല കേട്ടോ. ഇപ്പോൾ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുകയെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പടം ചെയ്യുമ്പോൾ അത് എൻ്റർടൈനർ ആവുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് അതിൽ പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ? ശരിയാണ്, എല്ലാ ഇതുകൾക്കും റിസംബ്ലൻസ് വരാതിരിക്കും. പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും ഈ വർക്ക്. ഇതിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ വന്നു പോയതാണ്. നമ്മളങ്ങനെ ബോധപൂർവം അങ്ങനെ പിടിച്ചിട്ടുള്ളതല്ല. ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ ശ്രമിക്കാറ്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു, ഇപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ച എത്രത്തോളം അത് ബ്രേക്ക് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർ എൻജോയ് ചെയ്യുക, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും അതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം, അത് ചെയ്താൽ നല്ലതായിരിക്കണമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് അബദ്ധം ആയിപ്പോണ്ടാന്ന് ചെയ്യുന്ന സിനിമകളിൽ പാറ്റേൺ വ്യത്യസ്തമാക്കുന്ന ആഗ്രഹമില്ല എന്ന് പറയുമ്പോഴും ഈ സെയിം കാസ്റ്റും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ സിനിമകളിലും. അപ്പൊ നമ്മളിപ്പോൾ കാണുന്ന ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, ദുൽഖർ, ഇവരൊന്നും നമ്മൾ കുറേ കാലമായിട്ട് സാധാരണക്കാരുടെ ഇടയിലുള്ള തമാശകളും കൗണ്ടറുകളൊക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുമില്ല. ഈവൻ ഫഹദിനെ പോലും അങ്ങനെ കണ്ടിട്ടില്ല ഭാവന സ്റ്റുഡിയോസിൻ്റെ അപ്പോൾ ഈ അടുത്തൊന്നും. അപ്പം അങ്ങനെ ഒരു സിനിമ കുറച്ചുകൂടി വലിയ സ്റ്റാർസിനെ വെച്ചുകൊണ്ട്, എന്നാലും ഇപ്പോൾ ഈ കറുകുറ്റി ഭാഗത്തൊക്കെ ഉള്ള ചെറുപ്പക്കാരെ പോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ പോലെ അങ്ങനെ സിനിമകൾ മനസ്സിൽ പ്ലാനുണ്ടോ? ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ട്. എനിക്ക് ശബ്ദമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്ന്, പെട്ടെന്ന് വെച്ചിട്ടില്ല അവരുടെ അടുത്ത്. അവരെ ഈ പറഞ്ഞല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഇതുകളൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സും നമുക്ക് ഓരോ ആക്ടേഴ്സിനും ഓരോ ട്രൈറ്റുകളും ഒക്കെയാണല്ലോ, നമുക്ക് അതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു താല്പര്യക്കുറവോ എന്നുള്ള ഇതുകളല്ല, അത് വൈകാതെ തന്നെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നടൻ്റെ ഒരു നടിയുടെ പേര് പറയാൻ പറ്റും? അങ്ങനെ ഇപ്പോൾ എനിക്ക് ടോവിനോ, നിവിൻ അവരെയൊക്കെ വെച്ച് നമ്മൾ പ്രോജക്റ്റുകൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരെ സമീപിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകളുണ്ട്. ഈ ആദ്യ ഭാവന സ്റ്റുഡിയോസിൽ നിന്ന് നസ്രിയനും ബേസിലിനെയും വെച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് ആലോചിച്ചത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രേമലൂരിൽ അവർ രണ്ടുപേരുടെയും റോളുകളാണ് ഇവർ ചെയ്യുന്നത്, അതോ എഴുത്തിരി സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു കാശ്? അല്ല, അത് ദിലീഷേട്ടൻ ആദ്യം എന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടപ്പോൾ നസ്രിയും ബേസിലിനെ വെച്ച് ചെയ്യാൻ പറ്റിയ പല സബ്ജക്റ്റും ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വേറൊരു സബ്ജക്റ്റാണുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ പ്രേമലൂരിൻ്റെ സബ്ജക്റ്റ് പറയണതാണ്. അങ്ങനെയാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഈ പടത്തിന് നസ്രിയും ബേസിൽ അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു വാചകമായിരുന്നു, എനിക്ക് നിനക്ക് എന്നൊക്കെ നല്ല പെണ്ണിനെ കിട്ടുക എന്നുള്ളത്. അതിന് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് എന്ന് നമ്മളങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് എന്നെ തന്നെ പറ്റിയിട്ട് നല്ല മതിപ്പാണെന്നുള്ളത്. ഈ ഡയലോഗ് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, അത് സ്പോട്ടിൽ വന്നതാണ്? എഴുതിയതാണ്. അതെനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു
കാര്യത്തിൽ നിന്ന് വന്നതാണ്. അതന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് ഇത് എഴുതുമ്പോൾ അത് അങ്ങനെ വന്നു പോയി. പ്രേമം അന്ധന്മാര് മാത്രമല്ല മണ്ടന്മാരാക്കെന്ന് പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല അത് എഴുതിയപ്പോൾ വന്നതാണ്. ചെയ്യുന്ന എല്ലാ ലവ് സ്റ്റോറീസിലായാലും ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയില്ല. ഒരു ലവ് സ്റ്റോറി മറ്റേ കണക്ട് ചെയ്യാതെ ഓരോ ലവ് സ്റ്റോറിയിൽ അതിന്റെ യൂണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും കമ്പാരിസൺ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ലവ് സ്റ്റോറീസിനും ഒരേ പാറ്റേൺ ഒരു ഡിഫറെന്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്? അതെ അത് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അത് വേറെ ആയിരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെ ആണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനത്തെ ഒരു അല്ല രാശിന്നായിട്ട് അല്ല, ഞാൻ അങ്ങനത്തെ സൂപ്പർസ്റ്റിഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. രാശി മുഹൂർത്തം അതൊന്നും അങ്ങനെയൊന്നല്ല. അവൻ ഭയങ്കര കംഫർട്ടബിൾ, നല്ല നടനാണെന്ന് നല്ല നടനാണ് അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അത് എനിക്കിപ്പോൾ അടുത്ത പടത്തിൽ നസലിനെ അഭിനയിക്കാന്നുള്ളത് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ആർക്കും ഫീലിംഗ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപോ അത് 10 സിനിമയിലും അത് ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ പടത്തിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സത്യൻ സാറ് എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാൽ മതി എന്ന് എനിക്ക് സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള നല്ലൊരു ആക്ടറാണ്, റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനായിട്ടൊരു ആലോചന. അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് വരും. ഈ പ്രേമലു എന്നുള്ള പേര് അതെവിടെ നിന്നാണ്? അത് തെലുങ്ക് മലയാളം വരുന്നത് കൊണ്ടാണോ അതോ ലേലു അല്ലു എന്നെടുത്തതാണോ? എങ്ങനെയാണ് പ്രേമലു വരുന്നത്? അത് തെലുങ്കിൽ അങ്ങനത്തെ ഒരു വാക്കുണ്ട് പ്രേമലു എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അതിന് റിയൽ ഇതിൽ സെൻസ് ഒന്നുമില്ല. പ്രേമങ്ങൾ എന്നാണ് അതിൻ്റെ ഇത്. പക്ഷെ മലയാളികൾ പണ്ട് തുടങ്ങി ഈ ലൂ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാവും എന്നുള്ളൊരു ഇതിലാണല്ലോ മലയാളം. തെലുങ്കിനെ നമ്മളങ്ങനെയാണല്ലോ കാണുന്നത്. ഞാനങ്ങനെയല്ല കണ്ടേക്കണേ സത്യം. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഹൈദരാബാദ് ടച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് വന്നൊരു പേരാണ് പ്രേമലു. ഗിരീഷേട്ടൻ ഇപ്പോൾ തെലുങ്കിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ ഇതേ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഇതേ ഒരു എന്താ പറയുക ഒരു ഇപ്പോൾ സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അത് കൊമേഴ്ഷ്യലാണ്, നമുക്ക് ചിരി വരുന്ന സന്ദർഭങ്ങൾ കൊമേഴ്ഷ്യലാണ് ആ സിനിമ, പക്ഷെ റിയലിസ്റ്റിക് ഗ്രൗണ്ടറാണ്. അപ്പോൾ ഈ തെലുങ്കിലൊക്കെ സിനിമ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു സാമ്പ്രദായിക സിനിമ ഉണ്ടല്ലോ, 5 ഫൈറ്റും പൊടിപാറുന്ന ആക്ഷനും സ്ലോ മോഷനിൽ ഒരു നായികയും, അങ്ങനത്തെ സിനിമ ഗിരീഷേട്ടൻ ചെയ്യുമോ തെലുങ്കിൽ? ഇല്ല, അങ്ങനത്തെ ചെയ്യാൻ ഇപ്പം തെലുങ്കിൽ നമ്മുടെ പോലത്തെ മലയാളത്തിലൊക്കെ വരുന്ന പോലത്തെ സിനിമകൾക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെലുങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. ചില ഇൻഡിപെൻഡൻറ്റ് പടങ്ങൾ പോലെ വരുന്ന പടങ്ങളുള്ളൂ. അല്ലാതെ കുറച്ച് ഇത്തിരി കൊമേഴ്ഷ്യൽ വാല്യൂ എന്നാൽ കുറച്ചൊക്കെ നിലത്ത് വെക്കുന്ന തരത്തിലുള്ള പടങ്ങൾ ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് തെലുങ്കിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ തെലുങ്കിൽ പടം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഭാഷ ആ നാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന പടങ്ങൾ ആ ഒരു എൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. കറുകുറ്റിക്ക് അങ്ങനെയുള്ള പലരെയും പ്രേമലൂര് അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ സച്ചിൻ ചെറുകലിനെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കുറേ ആളുകളെ ഇതിൽ കാണാറില്ല. അവരൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്തത്? അവോയ്ഡ് ചെയ്തതല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് ശബ്ദമൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവരില്ലാതെയും അവരെ വെച്ചിട്ടും ഒക്കെ പടം എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഈ പടത്തിന് വേറെ കുറച്ച് ആൾക്കാരായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് അവരില്ല എന്നുള്ളൂ, അല്ലാതെ വേറെ റീസണൊന്നുമില്ല പ്രത്യേകിച്ച്. അയാം കാതൽ എന്നൊരു സിനിമ കൂടി ഉണ്ടല്ലോ, അത് അപ്പോൾ ആ സിനിമയിലും ഈ ജോണർ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പ്രേമം തന്നെ ആയിരിക്കും? അല്ല, അത് വേറൊരു ടൈപ്പ് ഒരു പടമാണ്. അപ്പം അത് കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ ഉള്ളൊരു ഇതില്ല. സൈബർ ക്രൈമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പടമാണ്, അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആദ്യം ഹൈദരാബാദ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു വന്നായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ സെവനായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണ്. ഇതിൻ്റെ ഒരു തെലുഗു വെർഷൻ ഞങ്ങൾ ആലോചിച്ചായിരുന്നു, തെലുഗു റീമേക്ക്. അത് കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കൂടുതൽ തെലുങ്കിലേക്ക് കുറച്ചും കൂടി വേറെ മാറ്റി ചെയ്തിരുന്നെങ്കിൽ തെലുങ്കിൽ നന്നാവുന്ന എനിക്ക് തോന്നിയിരുന്നു. അപ്പം അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഉള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ ചുമ്മാ ചിന്തിച്ചതാണ്. അത് ഭയങ്കര പോയിട്ടായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിച്ചതല്ല. അങ്ങനെ ചിന്തിച്ച് പിന്നെ അത് വിട്ടു. അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കടന്നിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തെലുങ്ക് പടങ്ങൾ പണ്ട് തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം അത് ഈ സൂപ്പർ സെവൻ വഴിയാണ് അതിലോട്ട് എത്തി ഹൈദരാബാദിൽ ബുക്കായത്. പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ. ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. അല്ലാതെ ത്രൂഔട്ട് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, എനിക്കറിയില്ല അങ്ങനത്തെ പടങ്ങളുണ്ടോ. അപ്പോൾ അത് ഒരു ഫ്രഷ് പശ്ചാത്തലമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ഹൈദരാബാദിൽ സെറ്റ് ചെയ്യാന്നുള്ള തീരുമാനം ഉണ്ടാവും. ഇല്ല ഇല്ല, ആ ടൈപ്പ് ഇത് ഒരു മലയാളം പടം തന്നെയാണ്, ടിപ്പിക്കൽ മലയാളം പടം തന്നെയാണ്. മലയാളം പടം എങ്ങനെയൊക്കെയാണോ, അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിൻ്റെ സെൻസിബിലിറ്റീസ് എങ്ങനെയാണോ, തെലുങ്ക് ഓഡിയൻസിൻ്റെ വേറെയാണ്. അല്ലു അർജുൻ്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്. ആ സെൻസിബിലിറ്റീസിൽ നിന്നിട്ടുള്ള പടമല്ല, ഇത് ടിപ്പിക്കൽ മലയാളം ഓഡിയൻസിൻ്റെ ഇതിൽ നിന്ന് എൻ്റെ എല്ലാ പടം പോലെ തന്നെ. അത് എനിക്കറിയില്ല, അത് വേറെ ഭാഷയിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കുമെന്ന് എനിക്കറിയില്ല, അറിയാൻ പാടില്ല. അങ്ങനെയല്ല അതിൻ്റെ